السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, കളിമണ്ണിൽ കുഴച്ചെടുത്ത മികവുറ്റ ഘടനയിലേക്ക് സൃഷ്ടാവായ റബ്ബ് ആത്മാവിനെ പകർന്നപ്പോഴാണ് മനുഷ്യനെന്ന മഹാവിസ്മയം ചരിത്രത്തിൽ പിറവിയെടുക്കുന്നത്. ചിന്തിക്കാനും സ്നേഹിക്കാനും കരയാനും സാധിക്കുന്ന അത്ഭുത ജീവി, സ്വപ്നങ്ങൾ കാണാനും അപരൻ്റെ നോവുകളിൽ സ്വന്തം നെഞ്ചി പിടയാനും കഴിയുന്ന വൈകാരികതയുടെ സൃഷ്ടിരൂപം. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം സിലിക്കൺ ചിപ്പുകളിലേക്കും നിർജീവ യന്ത്രങ്ങളിലേക്കും തൻ്റെ ബുദ്ധി പകർന്നു നൽകി തൻ്റെ തന്നെ മറ്റൊരു പതിപ്പിനെ സൃഷ്ടിക്കാൻ ആ മനുഷ്യൻ നടത്തുന്ന ചരിത്രകാരനായ യുവാൽ നോഹ ഹരാരി കോഗ്നേറ്റീവ് ഔട്ട്സോഴ്സിംഗ് എന്ന് സൂചിപ്പിച്ച അത്യപൂർവമായ പരീക്ഷണത്തിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആ പരീക്ഷണത്തെക്കുറിച്ചാണ്. AI തുറന്നിടുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ചും അതുയർത്തുന്ന അസ്തിത്വപരമായ വലിയ ചോദ്യങ്ങളെക്കുറിച്ചുമാണ്. പ്രിയപ്പെട്ടവരെ, കേവലം ഒരു വില്ലനായി കാണേണ്ട ഒന്നല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനുഷ്യൻ്റെ ബൗദ്ധിക പരിണാമത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉൽപ്പന്നമായി നമുക്കതിനെ ദർശിക്കാം. കാലങ്ങളായി നമ്മുടെ ശാരീരികമായ അധ്വാനങ്ങളെ ലഘൂകരിക്കാനാണ് നാം യന്ത്രങ്ങളും ചക്രങ്ങളും കണ്ടെത്തിയതെങ്കിൽ ഇന്ന് നമ്മുടെ ബൗദ്ധിക അധ്വാനങ്ങളെ പങ്കുവെക്കാനാണ് നാം AI കൂട്ടുപിടിക്കുന്നത്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടമാണ് ആരോഗ്യരംഗത്ത് ഈ സാങ്കേതിക വിദ്യ കാഴ്ചവെക്കുന്നത്. ഗൂഗിളിൻ്റെ ഡീപ് മൈൻഡ് വികസിപ്പിച്ചെടുത്ത ആൽഫാഫോൾഡ് എന്ന AI മോഡൽ ഭൂമിയിലുള്ള 20 കോടിയോളം പ്രോട്ടീൻ ഘടനകൾ വെറും ചുരുങ്ങിയ സമയം കൊണ്ട് ഡീകോഡ് ചെയ്താണ് ഈയിടെ ലോകത്തെ ഒട്ടാകെ നെട്ടിച്ചു കളഞ്ഞത്. അതുപോലെ ഒരു മനുഷ്യന് ശ്വാസകോശ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് 6 വർഷങ്ങൾക്ക് മുന്നേ പ്രവചിക്കാൻ കഴിയുന്ന സിബിൽ AI ടൂളിൻ്റെ കാലത്തുമാണ് നമ്മളുള്ളത്. ഇങ്ങനെ തുറക്കുന്ന അനേകം സാധ്യതകളെ പറ്റി പറയുമ്പോഴും സയൻസ് ഫിക്ഷൻ ആനിമേഷനുകളിൽ അവതരിപ്പിക്കും പോലെ യന്ത്രങ്ങൾ ആയുധം ഉപയോഗിച്ച് മനുഷ്യൻ അടിച്ചമർത്തുന്നൊരു ലോകത്തെയല്ല നാം വയ്ക്കേണ്ടത്. മറിച്ച് സത്യവും മിഥ്യവും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പോസ്റ്റ് ട്രൂത്ത് ലോകത്തേക്ക് AI നമ്മെ വലിച്ചെറിയുന്നതിനാണ് നാം ആശങ്കയോടെ നോക്കേണ്ടത്. ഡീപ് ഫേക്കുകൾ ഉപയോഗിച്ച് ഇന്ന് ആരുടെയും ശബ്ദവും ചിത്രവും കൃത്രിമമായി നിർമ്മിക്കാമെന്ന അവസ്ഥയാണുള്ളത്. ഒപ്പം രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടാനും നിരപരാധികൾ ക്രൂശിക്കപ്പെടാനും ഒരു ചെറിയ അൽഗോരിതം മതിയാകുമെന്ന സ്ഥിതിവിശേഷം ജനാധിപത്യത്തിന് നൽകുന്ന ആഘാതം എത്ര മാരകമാണ്. മറ്റൊന്ന് തൊഴിൽ പ്രതിസന്ധിയാണ്. ഗോൾഡ്മാൻ സാക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വരും വർഷങ്ങളിൽ ഭൂമിയിലുള്ള 30 കോടിയോളം തൊഴിലവസരങ്ങൾ AI ഓട്ടോമേറ്റ് ചെയ്യുമെന്നാണ് കണക്ക്. ഈ പ്രതിസന്ധികളോടൊപ്പം മനുഷ്യൻ യന്ത്രങ്ങളെപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്ന മനുഷ്യന്റെ സർഗാത്മക മരവിച്ചു പോകുന്ന ഒരു ലോകത്തെയാണ് നാം ജാഗ്രതയോടെ കാണേണ്ടത്. നമ്മുടെ ഓർമ്മകൾ, ചിന്തകൾ, എന്തിന് നമ്മുടെ അന്വേഷണങ്ങൾ പോലും യന്ത്രങ്ങളെ ഏൽപ്പിക്കുന്ന അവസ്ഥയാണ് അതിവേഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കവിത എഴുതാനും ഒരു കഥ മെനയാനും ഒരു ചിത്രം വരക്കാനും നാം ആശ്രയിക്കുമ്പോൾ കേവലം സർഗശേഷി നഷ്ടപ്പെട്ട് വലിയ കുട്ടിയായി മനുഷ്യൻ മരിച്ചു പോകുന്നതിൽ പിന്നെ നമുക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത്? മനുഷ്യൻ്റെ ആന്തരികമായ ചോദനകളെയും സർഗശേഷിയെയും യന്ത്രങ്ങൾ കടിയറവ് പറയുമ്പോൾ സ്വന്തമായി ചിന്തകളില്ലാത്ത വെറും ഒരു ഉപഭോക്താവ് മാത്രമായാണ് അവർ ചുരുങ്ങുന്നത്. ഇവിടെയാണ് ആധുനിക സമൂഹം നേരിടുന്ന അലൈറ്റ്മെന്റ് പ്രോബ്ലം എന്ന പ്രതിസന്ധിയും നിർമ്മാതാവിനെ മറക്കിടക്കുന്ന ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന ഭയാനകമായ അവസ്ഥയും നാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. ഓപ്പൺ AI മേധാവി സാം ആൾട്ട്മാൻ പോലും നിർമ്മിത ബുദ്ധിക്ക് നിയമപരമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് പറഞ്ഞത് വെറുതെയല്ല എന്നർത്ഥം. മനുഷ്യന്റെ കൽബ്, റൂഹി എന്നിവയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം. ആ ഹൃദയമുള്ള, ആ റൂഹുള്ള മനുഷ്യനാണ് മതത്തിന്റെ പ്രമേയം തന്നെ. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ആന്തരികമായ വിവേകമില്ലാത്ത ഈ സാങ്കേതിക വിദ്യയുടെ കാലത്തും നാം മനുഷ്യന്റെ ധാർമ്മിക ബോധമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിനാൽ കൂട്ടുകാരെ, നാളെയുടെ ലോകം യന്ത്രങ്ങളോട് മത്സരിക്കുന്നവരുടേതല്ല, മറിച്ച് യന്ത്രങ്ങൾക്ക് ഒരിക്കലും സാധിക്കാത്ത വിധം അവരനെ സ്നേഹിക്കാനും സഹാനുഭൂതിയോടെ ചേർത്ത് പിടിക്കാനും ധാർമ്മികപരമായി ചിന്തിക്കാനും കഴിയുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടേതാണ്. ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തും നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വത്തിന്റെ വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ നമുക്ക് കാവലിരിക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.